വിഴിഞ്ഞം തിരുവനന്തപുരത്തിന്റെ ഒരു സ്വപ്ന പദ്ധതിയാണ്. ഇന്ത്യക്ക് തന്നെ ഇതൊരു വലിയ നേട്ടമാണ്. ഈ അദാനി പോർട്സുകാരുടെ ടെൻഡർ നമ്മൾ അത് അക്സെപ്റ്റ് ചെയ്തു. ഇനി അവരെ അത് നമ്മളെ അറിയിക്കണം. പെരുമാറ്റച്ചട്ടം ലിഫ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നാളെ കൊടുക്കാൻ സാധിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. പക്ഷേ ദിവസങ്ങൾ പലത് കഴിഞ്ഞിട്ടും ഒന്നും സംഭവിച്ചില്ല. എന്തുകൊണ്ടാണ് വിഴിഞ്ഞം അതിവേഗം മുന്നോട്ട് പോകാഞ്ഞത്? ബ്രേക്ക് ഇട്ടത് മുഖ്യമന്ത്രിയുടെ പാർട്ടിയുടെ ഹൈക്കമാൻഡ് ആണെന്ന് പിന്നീടാണ് മനസ്സിലായത്. വില്ലനായത് യഥാർത്ഥത്തിൽ കോൺഗ്രസ് ഹൈക്കമാൻഡ് ആണെങ്കിലും പഴി കേട്ടത് CPM ആയിരുന്നു. കരാർ കഴിഞ്ഞ ഗവൺമെന്റിന്റെ കാലത്ത് ഒപ്പിട്ടതായിരുന്നു. കരാർ ഒപ്പിട്ടതോടെ ആ കരാർ നടപ്പിലാക്കൽ മാത്രമേ മാർഗമുള്ളൂ. അതിലുള്ള കുറവുകൾ പറഞ്ഞ് ഇനി തർക്കിച്ചു നിന്നുകൊണ്ട് പ്രത്യേക ഗുണമൊന്നും കിട്ടാനില്ല. കുറവുകളായി തന്നെ കിടക്കുക. അപ്പൊ ഈ വിഴിഞ്ഞം പദ്ധതി നടപ്പാക്കേണ്ടത് ആവശ്യമാണ്. അവർക്ക് എവിടെയൊക്കെ വീട് വെച്ചു കൊടുക്കാം. മുട്ടത്തറയിലെ എന്ന സ്ഥലത്ത് നിങ്ങൾക്ക് തരും എന്ന് പറഞ്ഞിട്ടൊരു ചർച്ച നടന്നതിൽ എന്റെ അറിവിൽ പൊട്ടിച്ചില്ല. ഞങ്ങൾ അംഗീകരിച്ചു തരില്ല. ഈ സമരത്തിന് ഞങ്ങൾ പിന്തുണ നൽകും. പാർട്ടി സ്റ്റാൻഡ് ഇതിൽ തീരുമാനം ഉണ്ടാവുന്നത് വരെ നിർമ്മാണ പ്രവർത്തനങ്ങളുമായിട്ട് മുന്നോട്ട് പോകാൻ പാടില്ല. ആ സമരപന്തലിൽ പോയി പിന്തുണ പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതിന് ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചുകൊണ്ടുള്ള പരിപാടികൾ കൂടി UDFന്റെയും കോൺഗ്രസിന്റെയും നേതൃത്വത്തിലുണ്ടാവും. എല്ലാ വശങ്ങളിൽ നിന്നുമുള്ള വെല്ലുവിളികൾ തരണം ചെയ്ത് നമ്മൾ വികസന വിസ്മയം തീർത്തിരിക്കുകയാണ് എന്ന് തീർച്ചയായിട്ടും പറയാൻ സാധിക്കും. ആദ്യഘട്ട ഉദ്ഘാടനമൊക്കെ നടത്തുമ്പോൾ പ്രതിപക്ഷമൊക്കെ പറഞ്ഞിരുന്നത് ഇത് അടുത്തൊന്നും നടക്കാൻ പോകുന്നില്ല, സർക്കാരിന്റെ വെറും PR ആണ്, പ്രദർശനമാണെന്നൊക്കെ. അപ്പോൾ വെറും വാക്കല്ല, വികസനത്തിന്റെ യഥാർത്ഥ നാൾവഴികളിലൂടെയാണ് നമ്മൾ ഈ കടന്നു പോകുന്നത്.